12 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ സൈബീരിയൻ കടുവകൾ എത്തി. സൈപ്രസിലെ ഫാബോസ് മൃഗശാലയ്ക്ക് ഒരു ജോഡി റെഡ് പാണ്ടകളെ നൽകിയാണ് ഇന്ത്യ 2 സൈബീരിയൻ കടുവകളെ സ്വന്തമാക്കിയത്. സൈപ്രസിലെ മൃഗശാലയിൽ നിന്നും വിമാനമാർഗം പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിൽ കടുവകളെ എത്തിച്ചു. ലാറ, അക്കാമസ് എന്നീ പേരുകളുള്ള കടുവകളെയാണ് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലുപ്പമുള്ള കടുവ ഇനങ്ങളിലൊന്നാണ് സൈബീരിയൻ കടുവ. മറ്റു കടുവകളിൽ നിന്ന് ശാരീരികമായി നിരവധി വ്യത്യാസങ്ങൾ ഉള്ളവയാണിവ. കിഴക്കൻ റഷ്യയിലെയും വടക്ക് കിഴക്കൻ ചൈനയിലെയും പ്രദേശങ്ങളിലെ തണുത്ത കാലാവസ്ഥാ വനങ്ങളിലാണ് ഇവയെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കടുവയായി പല വിദഗ്ധരും ഇതിനെ കണക്കാക്കുന്നു. ബംഗാൾ കടുവയാണ് 2ാം സ്ഥാനത്തുള്ളത്. 600-ൽ താഴെ സൈബീരിയൻ കടുവകൾ മാത്രമാണ് ഇന്ന് ഈ പ്രദേശങ്ങളിൽ അവശേഷിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതേസമയം ലോകമെമ്പാടുമുള്ള മൃഗശാലകളിലും സുവോളജിക്കൽ പാർക്കുകളിലും മറ്റുമായി 100 കണക്കിന് സൈബീരിയൻ കടുവകളെ സംരക്ഷിക്കുന്നുണ്ട്. 1.5 വർഷം മുമ്പാണ് സൈബീരിയൻ കടുവയെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് സൈബീരിയൻ കടുവകളെ എത്തിക്കുന്നത്. പത്മജ നായിഡു പാർക്കിൽ 2007-ൽ ഒരു സൈബീരിയൻ കടുവ ചത്തിരുന്നു. ക്വാറന്റീൻ, ആരോഗ്യ പരിശോധന തുടങ്ങിയ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമായിരിക്കും ഇവയെ കൂട്ടിലേക്ക് എത്തിക്കുക. ഇന്ത്യയിലെ അവസാനത്തെ സൈബീരിയൻ കടുവയായ 18 വയസ്സുള്ള കുനാൽ ചെട്ടം 2011-ൽ അസുഖത്തെ തുടർന്നാണ് ചത്തത്. 3 വയസ്സുള്ളപ്പോഴാണ് കുനാലിനെ ഇന്ത്യയിൽ എത്തിച്ചത്. സൈബീരിയൻ കടുവകളെ പാർപ്പിക്കുന്ന പത്മജ നായിഡു പാർക്ക് രാജ്യത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ പാർക്കാണ്. റെഡ് പാണ്ട, ഹിമപ്പുലി പോലുള്ള വന്യജീവികളുടെ ബ്രീഡിംഗ് ഇവിടെ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.